അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 225 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയാനുള്ളത് രാജാക്കന്മാർക്കുള്ള കത്തുകളെക്കുറിച്ചാണ്. അതിലെ 1-ാം ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഹിജ്റ 6-ാം വർഷത്തിൻ്റെ അവസാനം ഹുദൈബിയയിൽ നിന്നും മടങ്ങിയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നല്ലോ. ഇനി ഓരോ രാജാക്കന്മാർക്കും എഴുതിയ കത്തുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നേഗസ് ചക്രവർത്തിക്ക് എഴുതിയ കത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ നേഗസ് ചക്രവർത്തിയുടെ പേര് അസ്ഹമ ബിൻ അൽ അബ്ജർ എന്നായിരുന്നു. ഹിജ്റ 6-ാം വർഷത്തിൻ്റെ ഒടുക്കത്തിലെ അതോ 7-ാം വർഷത്തിൻ്റെ തുടക്കത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുയുടെ അടുക്കൽ എഴുത്തുമായിട്ട് അയക്കുകയായിരുന്നു. ഇത് മക്ക കാലഘട്ടത്തിൽ ജാഫർ ബിൻ അബി ത്വാലിബിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവരോടൊപ്പം കൊടുത്തയച്ച കത്ത് ആകാനാണ് സാധ്യത എന്ന അഭിപ്രായവും ഉണ്ട്. കാരണം കത്തിൻ്റെ അവസാനം എൻ്റെ പൃഥ്വിപുത്രൻ ജാഫറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിങ്ങളെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു, അവരെ സ്വീകരിക്കുക എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. ഈ കത്തിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: പരമകാരുണികരും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ദൈവദൂതൻ മുഹമ്മദിൽ നിന്ന് അബസീനിയൻ ചക്രവർത്തി നേഗസിന്, അള്ളാഹുവിലും അവൻ്റെ തിരുദൂതരിലും വിശ്വസിക്കുകയും സന്മാർഗം പിന്തുടരുകയും ചെയ്തവർക്ക് സമാധാനം. ഏകനും പങ്കുകാരില്ലാത്തവനുമായ അല്ലാഹുവല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഭാര്യയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. നിശ്ചയം മുഹമ്മദ് അവൻ്റെ ദാസനും ദൂതനുമാകുന്നു. താങ്കളെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. അതിനാൽ ഇസ്ലാം സ്വീകരിക്കുക, രക്ഷപ്പെടും. വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതായത് അള്ളാഹുവെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലരെ അള്ളാഹുവിന് പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക്. എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പറയുക, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക. താങ്കൾ വിസമ്മതിക്കുന്നുവെങ്കിൽ താങ്കളുടെ ജനതയായ ക്രൈസ്തവരുടെ പാപം കൂടി താങ്കൾക്കായിരിക്കും. ഈ ഒരു ഭാഗം, അവസാനം പറഞ്ഞ ആ ഒരു ഭാഗം പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്തായ ആലു ഇമ്രാനിൽ 64-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈഅൻ വലാ يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. പറയുക, വേദവിശ്വാസികളെ, ഞങ്ങളും നിങ്ങളും ഒന്നുപോലെ അംഗീകരിക്കുന്ന തത്വത്തിലേക്ക് വരിക. അതിതാണ്, അല്ലാഹു അല്ലാത്ത ആർക്കും നാം വഴിപ്പെടാതിരിക്കുക, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. അള്ളാഹുവെ കൂടാതെ നമ്മിൽ ചിലർ മറ്റു ചിലരെ രക്ഷാധികാരികളാക്കാതിരിക്കുക. ഇനിയും അവർ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ പറയുക, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ അതിന് സാക്ഷികളാവുക. ഈ വചനത്തിൽ വേദക്കാർ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം പുലർത്തിപ്പോരുന്ന സമുദായങ്ങളെയാണ്. അതായത് നിലവിൽ വേദക്കാരായി യഹൂദികളും ക്രിസ്ത്യാനികളുമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് വേദക്കാരെല്ലാം ഒരുപോലെ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുവാൻ പാടില്ലെന്നും അവന് പങ്കുകാരെയും സമന്മാരെയും ഏർപ്പെടുത്തുവാൻ പാടില്ലെന്നും പ്രബോധനം ചെയ്യാത്ത ഒരു പ്രവാചകനും വേദഗ്രന്ഥവും ഇല്ല എന്നാണ് പറയുന്നത്. വീണ്ടും നമ്മൾ കത്തിൻ്റെ കാര്യം നോക്കിയാൽ ഈ കത്തിൻ്റെ തന്നെ മറ്റൊരു രൂപത്തിലും പറയപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഇങ്ങനെയാണ്: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദിൽ നിന്ന് അബിസീനിയൻ ചക്രവർത്തി നേഗസിന്, സന്മാർഗം പിന്തുടരുന്നവർക്ക് സമാധാനം. അള്ളാഹുവിന് സ്തുതി, രക്ഷകനും
ദാതാവും പരമ പരിശുദ്ധനും യഥാർത്ഥ രാജാവുമായ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്നുള്ളത്. മറിയമിൻ്റെ പുത്രൻ അള്ളാഹുവിൻ്റെ ആത്മാവും വിശുദ്ധ കന്യകയും ചാരിത്രവതിയുമായ മറിയമിൽ അവൻ നിക്ഷേപിച്ച വചനവുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആദമിനെ സ്വകരം കൊണ്ട് സൃഷ്ടിച്ചതുപോലെയാണ് അള്ളാഹു മറിയമിനെ അവൻ്റെ ചൈതന്യമൂതി ഗർഭവതിയാക്കിയത്. പങ്കുകാരില്ലാത്ത ഏകനായ അള്ളാഹുവിലേക്കും അവന് അനുസ്യൂതമായ അനുസരണത്തിലേക്കും താങ്കളെ ഞാൻ ക്ഷണിക്കുന്നു. എന്നെ പിന്തുടരുകയും ഞാൻ കൊണ്ടുവന്ന സന്ദേശത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. കാരണം ഞാൻ ദൈവദൂതനാണ്. താങ്കളെയും താങ്കളുടെ സൈന്യങ്ങളെയും ഞാൻ പ്രതാപവാനും മഹാനുമായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ സന്ദേശം ഞാനിതാ എത്തിച്ചു വന്നു. അത് സ്വീകരിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതിനാൽ എൻ്റെ ഉപദേശം സ്വീകരിക്കുക. സന്മാർഗം പിന്തുടരുന്നവർക്കത്രേ സമാധാനം. അപ്പം അങ്ങനെ കത്ത് കിട്ടിയ ഉടനെ തന്നെ അതിന് മതിയായ പരിഗണന നൽകിക്കൊണ്ട് നജ്ജാശി തൻ്റെ ഇസ്ലാം ജാഫർ ബിനു അബി താലിബ് റളിയല്ലാഹുവിന് മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ്. ഇതനുസരിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറുപടി എഴുതുന്നുണ്ട്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദിന് നേഗസ് ചക്രവർത്തി അസ്രമത്തിൽ നിന്ന് എഴുതുന്നത്. അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങേക്ക് താനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലാത്ത അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. ഈസയുടെ കാര്യം പരാമർശിച്ചുകൊണ്ടുള്ള താങ്കളുടെ കത്ത് എനിക്ക് കിട്ടി. ആകാശഭൂമികളുടെ രക്ഷകൻ തന്നെയാണ് സത്യം. ഈസ താങ്കൾ വിശദീകരിച്ചതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല. അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. താങ്കൾ ഞങ്ങളിലേക്ക് അയച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. താങ്കളുടെ പിതൃവ്യൻ്റെയും സഹചരന്മാരുടെയും കാര്യത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. താങ്കൾ പൂർവ്വപ്രവാചകന്മാരെ സത്യപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ സത്യസന്ധനായ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ താങ്കളുടെ പിതൃവ്യപുത്രൻ വഴി താങ്കളെ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ സർവ്വലോക രക്ഷകന് സർവസ്വവും സമർപ്പിച്ചതായി അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പ്രഖ്യാപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബിസീനിയയിലേക്ക് പലായനം ചെയ്ത ജാഫർ റളിയല്ലാഹു അൻഹു അനുയായികളെയും തിരിച്ചയക്കാൻ വേണ്ടി നജാഷിയോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അംർ ബിനു ഉമയ്യയുടെ നേതൃത്വത്തിൽ 2 കപ്പലുകളിലായിട്ട് അവരെ തിരിച്ചയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിലായിരിക്കെ അവർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ നേഗസ് ചക്രവർത്തി മൃതിയടഞ്ഞതിന് ശേഷം ഹിജ്റ 9-ാം വർഷം റജബ് മാസം തബൂക്ക് യുദ്ധത്തിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലുള്ള മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്ന ചക്രവർത്തിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തെഴുതുകയുണ്ടായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി ഭാഗങ്ങൾ അടുത്ത പ്രാവശ്യം വീണ്ടും വരാം. ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളെവരും വർഷിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. നമുക്ക് ഏവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.